ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തി 13 അധ്യായം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ അധ്യായത്തിൽ പൗലോസിന്റെ 1ാം മിഷണറി യാത്രയെക്കുറിച്ച് നാം വായിക്കുന്നു. തന്നോടൊപ്പം ഉണ്ടായിരുന്നത് ബർന്നബാസും യോഹന്നാൻ എന്ന് വിളിക്കുന്ന മർക്കോസുമായിരുന്നു. അവർ പിസിഡിയയിലുള്ള അന്ത്യോക്യയിലെത്തി. അവിടെ എത്തിയപ്പോഴേക്കും യോഹന്നാൻ മടങ്ങിപ്പോയിരുന്നു. അന്ത്യോക്യയിൽ ഉള്ള യഹൂദന്മാരുടെ സിനഗോഗിൽ പൗലോസ് നടത്തുന്ന പ്രസംഗത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ പ്രസംഗം മുഴുവൻ നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം സാധിച്ചില്ല. അതുകൊണ്ട് ആ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് ചിന്തിക്കാം. ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് ഇനി നാം ചിന്തിക്കാൻ പോകുന്നത്. 13ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ തന്നോടുകൂടെ ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിൻ്റെ മുമ്പാകെ അവൻ്റെ സാക്ഷികളാകുന്നു. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് 2ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവൻ അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെക്കുറിച്ച് അവൻ ദാവീദിൻ്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കയില്ല എന്ന് പറയുന്നു. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തൻ്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മുഖാന്തരം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ആകയാൽ ഹേ നിന്ദക്കാരെ, നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവിൻ. നിങ്ങളുടെ കാലത്ത് ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു. നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഭവിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ ജീവചരിത്രം എഴുതിയിരിക്കുന്നു. എന്നാൽ ആ സുവിശേഷങ്ങളുടെ അളവ് പരിശോധിച്ചാൽ യേശുവിൻ്റെ പ്രവൃത്തികൾ എഴുതുവാൻ കുറേ സ്ഥലം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും തൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും എഴുതുവാൻ വേണ്ടിയാണ് കൂടുതൽ വാക്യങ്ങളും വാക്കുകളും ഉപയോഗിച്ചിട്ടുള്ളത്. അത് എല്ലാ സുവിശേഷ എഴുത്തുകാരും ചെയ്തിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ നടത്തുന്ന പ്രസംഗത്തിലും പൗലോസ് അതേ മാതൃകയാണ് പിന്തുടരുന്നത്. യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും പറയുവാനാണ് താൻ കൂടുതൽ സമയം ചെലവഴിച്ചത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാകും. യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവിടെ പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യം യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമാണ്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷികൾ ഗലീലയിൽ നിന്ന് വന്നവരാണ് എന്ന് പൗലോസ് പറയുന്നുണ്ട്. ഗലീലയിൽ നിന്ന് വന്നവർ യെരുശലേമിലുള്ളവരല്ല, വന്നവരാണ്. അവരാണ് ഉയർപ്പിൻ്റെ സാക്ഷികളായത്. അതിൻ്റെ കാരണം യെരുശലേമിലുള്ളവർ യേശുവിനെ വിശ്വസിക്കുവാനോ അവനെ അംഗീകരിക്കുവാനോ തയ്യാറായില്ല. യേശുവിൻ്റെ വചനം നേരത്തെ വിശ്വസിച്ച ആളുകളെ മാത്രമാണ് യേശു തൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളായി തിരഞ്ഞെടുത്തത്.
ഇനി പൗലോസ് ഇവിടെ ഒരു സങ്കീർത്തന ഭാഗം ഉദ്ധരിക്കുന്നു. നമുക്കറിയാം അത് 2-ാം സങ്കീർത്തനത്തിൽ നിന്നാണ് എന്ന് ഇവിടെ നാം വായിക്കുന്നു. 2-ാം സങ്കീർത്തനത്തിൽ നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന വാക്യം ഇവിടെ ഉദ്ധരിക്കുകയാണ്. 2-ാം സങ്കീർത്തനം ശലോമോൻ രാജാവ് രാജസ്ഥാനത്ത് വരുന്ന സമയത്ത്, ശലോമോൻ രാജാവിൻ്റെ കോറിനേഷൻ, കിരീടധാരണ സമയത്ത് ദാവീദ് രാജാവ് എഴുതിയതാണ് എന്ന് കരുതപ്പെടുന്നു. എന്നാൽ ആ സങ്കീർത്തനം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് എന്ന് പുതിയ നിയമത്തിൽ 3 സ്ഥലത്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അതിലൊരു സ്ഥലമാണ് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം. ആ സങ്കീർത്തനത്തിൽ നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പലരും ഈ വാക്യം എടുത്തിട്ട് യേശു ക്രിസ്തുവിനൊരു തുടക്കമുണ്ട്, ദൈവം യേശുവിനെ സൃഷ്ടിച്ചതാണ് എന്ന ഉപദേശം പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ആ വാക്യം ശ്രദ്ധിക്കുക. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ്, സൃഷ്ടിച്ചിരിക്കുന്നു എന്നല്ല. അതിനൊരു കാരണമുണ്ട്. പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള ആൾ ആണ് എന്നാണ്. മാനുഷികമായ നിലയിൽ ഒരു പുത്രൻ ജനിച്ചു കഴിയുമ്പോഴാണ് ഒരാൾ പിതാവാകുന്നത്. എന്നാൽ ദൈവത്തെക്കുറിച്ച് നാം വായിക്കുന്നത് നിത്യപിതാവ് എന്നാണ്. ദൈവം നിത്യപിതാവാണെങ്കിൽ പുത്രൻ നിത്യനായിരിക്കണം. അതുകൊണ്ട് പുത്രന് ആരംഭമില്ല. അതുകൊണ്ടാണ് പിതാവ് നിത്യപിതാവായിരിക്കുന്നത്. ഇവിടെ ആ വാക്യം ഉദ്ധരിച്ചിരിക്കുന്നത്, അതായത് നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടിയാണ്. മറ്റ് 2 സ്ഥലങ്ങളിൽ അത് വായിക്കുന്ന എബ്രായ ലേഖനത്തിലാണ്. ഒന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജഡധാരണ സമയത്തും മറ്റൊന്ന് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്തുമാണ്. ഇവിടെ തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് പറയുമ്പോഴാണ് ആ വാക്യം ഉദ്ധരിച്ചിരിക്കുന്നത്. ഇനി വേറൊരു സങ്കീർത്തനത്തിൽ നിന്നും തൻ്റെ അഭിഷിക്തൻ ദ്രവത്വം കാണുകയില്ല എന്ന് വായിക്കുന്നുണ്ട്. ഈ അഭിഷിക്തൻ ദ്രവത്വം കാണാതിരിക്കുവാനുള്ള കാരണം താൻ പാപം ചെയ്യാത്ത അഭിഷിക്തനായതുകൊണ്ടാണ്. ദാവീദിനെക്കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ നിവൃത്തിയില്ല. കാരണം ദാവീദ് മരിച്ചു, ദാവീദിൻ്റെ ശരീരം ദ്രവത്വം പ്രാപിച്ചു, തൻ്റെ കല്ലറ യെരുശലേമിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസിൻ്റെ പ്രസംഗത്തിൽ താനത് പറയുന്നുമുണ്ട്. ദാവീദിൻ്റെ ശരീരം ദ്രവത്വം കണ്ടു, എന്നാൽ യേശുവിൻ്റെ ശരീരം ദ്രവത്വം കണ്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ യേശുവിൻ്റെ ജീവിതം പാപമില്ലാത്തതായിരുന്നു. അതുകൊണ്ട് തൻ്റെ മരണം പാപപരിഹാരത്തിനുള്ള യാഗമായി ദൈവം സ്വീകരിച്ചു. അതിൻ്റെ അടയാളമായിട്ടാണ് താൻ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. യേശു മൂലം ആണ് പാപമോചനം. ന്യായപ്രമാണത്തിന് നീതീകരണം വരുത്തുവാൻ കഴിഞ്ഞില്ല. ആ കാര്യം അവിടെ പറയുന്നുണ്ട്. എന്നാൽ ന്യായപ്രമാണം വിശ്വസിക്കുന്ന യഹൂദന്മാർ ഈ പ്രസംഗം കേൾക്കുന്നുണ്ട്. യഹൂദന്മാരല്ലാത്ത ചില ആളുകൾ, യഹൂദ മതാനുസാരികളായവർ, അവർ യഹൂദന്മാരുടെ ന്യായപ്രമാണ പുസ്തകങ്ങൾ വായിച്ച് അവരുടെ ദൈവത്തെ ആശ്രയിക്കുന്നവരാണ്. അവരും ഇത് കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ 2 കൂട്ടരോടും പൗലോസ് പറയുന്നു, ന്യായപ്രമാണത്തിന് നിങ്ങളെ നീതീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനവും നീതീകരണവും നേടുക. ഇനി ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാതെ നശിച്ചുപോയ ആളുകളുണ്ട്. അവരെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കൊടുത്തിട്ടാണ് പൗലോസ് തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഈ മുന്നറിയിപ്പ് വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പാപമോചനമുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ ആ സന്ദേശം തിരസ്കരിച്ചാൽ നശിച്ചു പോകും എന്ന കാര്യം പൗലോസ് പറയുന്നു. പക്ഷേ പൗലോസ് അതിന് പ്രവാചക പുസ്തകങ്ങളെ കൂടി കൂട്ടുപിടിക്കുന്നു. ഇതേ തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്തയാഴ്ച ശ്രദ്ധിക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.